നാസിയേട്ടൻ്റെ ചായ ഗംഭീര ചായയാണ് നിങ്ങൾ റിപ്പോർട്ട് കിട്ടി വന്നതാണ്. ഓക്കെ. ആണോ? എത്ര കാലമായിട്ട് കച്ചവടം? ഞാനൊരു 10 വർഷമായി. 10 വർഷമായിട്ട് ഇവിടെ കച്ചവടമുണ്ട് അല്ലേ? ഞങ്ങളെ മാലി കമ്മിറ്റിയുടെ ബിൽഡിംഗ് ആണ്. വാടകയ്ക്ക് എടുത്ത് കച്ചവടം ചെയ്യാം അല്ലേ? ഭാര്യ കുടുംബശ്രീ ലോണൊക്കെ എടുത്ത് ഞാനും എത്ര വർഷമായിട്ട് കച്ചവടം ചെയ്തു ഇവിടെ? 10 വർഷമായി. 10 വർഷമായി. ഈ ഡാം തുറന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആൾക്കാർ വരും. കുറച്ചുകൂടെ ആൾക്കാർ ഇച്ചിരി കുറഞ്ഞോ? വളരെ കുറവാണ്. വളരെ കുറവാണ്. ടൗണൊക്കെ ഉറങ്ങിക്കിടക്കുക. നേരത്തെ എത്ര രൂപ കച്ചവടം ഉണ്ടായിരുന്നു? ഒരു 4-5 രൂപയുടെ കച്ചവടം ഉണ്ട്. ഇപ്പോൾ 2-2.5 റുപ്യേൻ്റെ. അതായത് നേരെ പകുതിയായിട്ട് കുറഞ്ഞു അല്ലേ? എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ഐറ്റംസ്? നമ്മുടെ സാധാ ആൾക്കാരുടെ ഒരു കടികൾ, പഴം വരെയുള്ള പത്തിരി മെയിനാണ് അല്ലേ? നെയ്പ്പത്തലുണ്ട് അല്ലേ? ഇതാണ് നെയ്പ്പത്തൽ അല്ലേ? നെയ്പ്പത്തൽ ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് ഈ പടിഞ്ഞാറത്തറ ദീപക് മലയപ്പം നമുക്ക് പോകണം. ദീപക്കിനറിയാലോ ഈ റോഡിൻ്റെ ഒരു പ്രസക്തി. ഇതാണ് നെയ്പ്പത്തൽ. ഒരു നെയ്പ്പത്തൽ ഞങ്ങൾ എടുക്കുകയാണ്. എങ്ങനെയുണ്ട് നോക്കാം അല്ലേ? ഒന്ന് കുറച്ച് ഭാഗം എടുത്ത് കഴിച്ചു നോക്കിയാലോ. അപ്പോൾ നിങ്ങൾ പടിഞ്ഞാറത്തറ ഈ വയനാട് ഭാഗത്തേക്ക് വന്നാൽ വളരെ രസകരമായ ചില ഭക്ഷണങ്ങളുണ്ട്. ഈ കപ്പ ബിരിയാണി, അതേപോലെ ഈ നെയ്പ്പത്തൽ, ഇതൊക്കെ കിട്ടും അല്ലേ? ഇവിടെ നിന്നല്ലേ ഇത്? ചേട്ടൻ എന്തൊക്കെ ഇതിന്റെ ചേരുവകൾ? അത് നമ്മൾ സാധാ അരികൾ, സാധാ അരി, കുറച്ച് എല്ലാ അരി ഇടൂ? ഇല്ല, ഒരടി ചോറിൻ്റെ അരി, പിന്നെ അതിൽ കുറച്ച് മസാലകളൊക്കെ ഇട്ട് അതിൻ്റെ പാകം പോലെ ചെയ്യും അല്ലേ? ഓക്കെ ദീപക്കെ, നമ്മളിപ്പോൾ സംസാരിച്ചു വന്ന ഈ റോഡ് ഇപ്പോൾ ഇത്രയും അധികം ആളുകൾ നമ്മുടെ ഈ പരിപാടി കണ്ടുകൊണ്ട് ഇവിടെ തടിച്ചുകൂടി. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എങ്ങനെയെങ്കിലും ഈ റോഡൊന്ന് തുറന്നു കൊടുക്കുക. തീർച്ചയായിട്ടും ഈ വയനാടിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറും അല്ലേ ആ റോഡ് വന്നാൽ? ഞാൻ ഈ സ്ഥലത്ത് പോയിട്ടുള്ളതാണ്. അതായത് ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ തറക്കല്ലിട്ട് ബോർഡൊക്കെ വെച്ചിരിക്കുകയാണ്. അതൊക്കെ വേറെ കുറേ പോയി. അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ബ്രിഡ്ജിൻ്റെ പണി എന്നോ തീർന്നു. ആ ബ്രിഡ്ജിൻ്റെ കൈവരികളൊക്കെ തുരുമ്പെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഏതാണ്ട് ഒരു 7 കിലോമീറ്റർ ദൂരം, ആ ദൂരത്തിൽ നമുക്ക് ചെടികൾ കണ്ടാൽ കൃത്യമായ ബോധ്യം വരും എന്തായിരുന്നു ആ ലാൻഡ് എന്നുള്ള സംബന്ധിച്ച്. അതായത് അതൊരു റിസർവ് ഫോറസ്റ്റ് ആണ് എന്നതിൻ്റെ തെളിവുകളില്ല അല്ലേ? അത് വെസ്റ്റേൺ ഫോറസ്റ്റ് ആണ് എന്നതിൻ്റെ തെളിവുകൾ ഉണ്ട് ഉണ്ട്. എസ്റ്റേറ്റുകളുടെ കൈവശം ഉണ്ടായിരുന്നു. അതെ, നമ്മൾ ഈ വിഷയം ഇന്ന് കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പോഴേ മിനിസ്റ്റർ AK ശശീന്ദ്രൻ മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു ലാൻഡ് വേണം എന്ന് ആവശ്യമുണ്ടെങ്കിൽ അത് PWD പറയണ്ടേ, ഞങ്ങളോട് പ്രപ്പോസൽ വെക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത്. അതിൽ ഇവർക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. PWD ഇപ്പം ഞങ്ങൾ ദീപക് ഇപ്പോൾ വനംവകുപ്പ് മന്ത്രിയായിട്ട് സംസാരിച്ചപ്പോൾ ഈ റോഡ് നിർമ്മിക്കാൻ വേണ്ടി PWD വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് വനംവകുപ്പ് മന്ത്രി പറഞ്ഞത്. അതെ, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ എന്ത് മറുപടി പറയുന്നതാണ് മിനിസ്റ്റർ ചോദിക്കുന്നത്. അപ്പം എനിക്കൊന്ന് മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ നമുക്ക് കൈവശം PWDയുടെ കൈവശം അവർ എടുത്ത തീരുമാനങ്ങളും അവരുടെ റിപ്പോർട്ടുകളും ഒക്കെ നമ്മുടെ കയ്യിൽ എത്ര രേഖകൾ വേണമെങ്കിലും സാറിന് തരാം. അല്ല, PWD ഇപ്പോൾ വനം വകുപ്പിനോട് ഇങ്ങനെ ഒരു റോഡിന് വേണ്ടി ഭൂമി ചോദിച്ചിട്ടില്ല, അതാണ് പ്രശ്നം. സാർ, അങ്ങനെ പറയുന്നതിൽ ഒരു കഥയില്ല. കാരണം ഇത് 1994 തറക്കല്ലിടുന്ന സമയത്ത് ഈ റോഡിന് ആവശ്യമായിട്ടുള്ള സ്ഥലം വളരെ കൃത്യമായിട്ട് PWD ആവശ്യപ്പെടുകയും അതനുസരിച്ച് PWD റോഡിന് വേണ്ടി വിട്ടുവരുന്ന സ്ഥലത്തിന്റെ ഡബിൾ, അതായത് ഇരട്ടി സ്ഥലം പഞ്ചായത്ത്, അന്ന് ടീച്ചർ പ്രസിഡന്റ് ആയിരുന്നു, അന്ന് പഞ്ചായത്ത് വെള്ളമുണ്ട പഞ്ചായത്തിൽ നിന്നും പടിഞ്ഞാറത്തറ പഞ്ചായത്തിൽ നിന്നും ഞങ്ങൾ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം അടക്കം ഇത് നമ്മൾ കൈമാറിയതാണ്. വിലയ്ക്ക് വാങ്ങി, പഞ്ചായത്ത് നിന്ന് വിലയ്ക്ക് വാങ്ങിയവരെ കൊടുത്തു. വനംവകുപ്പിന് കൊടുത്തു. വനംവകുപ്പിന് വിട്ടുകൊടുത്തു. ആ കൊടുത്ത സ്ഥലമില്ലേ, അതൊരു കാടായി. അതായത് പ്രേക്ഷകർ ഇത് ശ്രദ്ധിക്കൂ, എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇത് 94 അല്ലേ, 92 തുടങ്ങിയതാണ്, തറക്കല്ലിട്ടു. 94 തറക്കല്ലിട്ടു. 92 കരുണാകരന്റെ കാലത്താണ് ഈ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡിന് വേണ്ടിയുള്ള തറക്കല്ലിടിയിൽ തുടങ്ങുന്നത്. അപ്പോൾ അന്ന് 94 അത് തറക്കല്ലിട്ടതിന് ശേഷം ഇപ്പോൾ 30 വർഷമായി അല്ലേ? ആ 30 വർഷമായി അന്ന് PWD ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അതിപ്പോൾ വനംവകുപ്പ് മന്ത്രിയും വനംവകുപ്പും പറയുന്നത് PWD അങ്ങനെ ഇപ്പോൾ ആവശ്യപ്പെടാത്തത് കൊണ്ട് ഞാൻ എന്ത് മറുപടി പറയാനാണ് എന്ന നിലപാടാണ്. പക്ഷേ യഥാർത്ഥത്തിലുള്ള പ്രശ്നം അത് കേന്ദ്ര വന നിയമത്തിൻ്റെ പരിധിയിൽ വരുമ്പോൾ അത് റിസർവ് ഫോറസ്റ്റ് ആണെന്ന് അവർ പറയുന്നു. പക്ഷേ റിസർവ് ഫോറസ്റ്റ് അല്ല, വെസ്റ്റേൺ ഫോറസ്റ്റ് ആണെന്നുള്ളത് തെളിവുകൾ നമ്മുടെ കയ്യിൽ. സാർ, ഇത് അന്ന് PKK ബാബാ സാഹിബ് ആയിരുന്നു PWD മിനിസ്റ്റർ. 92 പിന്നെ ഇതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങി. 94 ഇതിന്റെ എല്ലാം രേഖ വിട്ടുകൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് കരുണാകരൻ തറക്കല്ലിടുന്നത്. പിന്നെ ഈ പറയുന്നതിലൊരു കഥയിൽ ഇത് സത്യത്തിൽ പറഞ്ഞാൽ ഇത് വയനാട്ടിൽ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്ന പാതയാണ്. പക്ഷേ ഇതിന്റെ പിന്നിൽ ഇതിന്റെ ഗവൺമെന്റ് സംവിധാനങ്ങളിലുള്ള, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാറി മാറി വരുന്ന സർക്കാരുകൾ, അതുപോലെ തന്നെ വയനാട്ടിൽ വലിയൊരു വിഷയം എന്ന് പറയുന്നത് പടിഞ്ഞാറത്തറ പ്രദേശത്ത് കൂടെ ഈ റോഡ് വന്നു കഴിഞ്ഞാൽ മറ്റ് വയനാട് ജില്ലയിലെ മറ്റ് പ്രബലമായ ടൗണുകൾ ഡൗൺ ആകുമെന്നുള്ള
അങ്ങനെ ഒരു സങ്കല്പം അസ്ഥാനത്താണ്. കാര്യം ഏതൊരു റോഡ് വരുന്നതും ആ പ്രദേശത്തെ കൂടി വികസിപ്പിക്കും എന്നതിനും അപ്പുറം ഏതെങ്കിലും ഒരു പ്രദേശം എങ്ങനെയാ ഒരു റോഡ് വരുന്നതുകൊണ്ട് ഇല്ലാതാവുക അല്ലേ? ഇതിനകത്ത് അവർക്ക് ഈ 52 ഏക്കർ ഭൂമി പ്രൈവറ്റ് ഭൂമി പഞ്ചായത്തുകൾ അവർ ഏൽപ്പിച്ചതാണിത്. ചുരുങ്ങിയ ഭൂമി മാത്രമേ അതിന് തിരിച്ചു വേണ്ടൂ. എന്ന് വെച്ചാൽ 5 ഇരട്ടി ഭൂമി സർക്കാരിന് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാശ് കൊടുത്ത് 2 ഇരട്ടി ഭൂമി. അപ്പൊ ഇതിലുള്ള ഒരു തമാശ എന്താ പറയുക, ഒരു കൗതുകമായിട്ട് നമുക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചുരം ബദൽ റോഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തുരങ്കപാതയെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതെ, ഇപ്പൊ അതിനുവേണ്ടിയുള്ള ടെൻഡറിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. ആ പരിപാടി ഏകദേശം അടയ്ക്കാറായി. അതെ, സിപ്പ് ലൈനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പോഴും ഈ ഒരു 7 കിലോമീറ്റർ മാത്രം എന്ത് നിയമ തടസ്സങ്ങളുണ്ടെങ്കിലും സംവിധാനത്തിന് ഇടപെട്ടാൽ തീരാത്ത നിയമ തടസ്സം. അതായത് ഒരു മല മുഴുവൻ തുരന്ന് അതുവഴി ഒരു തുരങ്കപാത കൊണ്ടുവരുന്നതിലും കൂടുതൽ എളുപ്പത്തിൽ ഈ സർക്കാരിന് സാധ്യമാകുന്നത് നിലവിൽ ഇനി 7 കിലോമീറ്റർ മാത്രം പണി പൂർത്തിയാക്കാനുള്ള ഈ ബദൽ പാതയാണ്. അത് വന്നാൽ ആ കോഴിക്കോട് മേഖലയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്നവർക്ക്, വയനാട്ടിലേക്ക് വരുന്നവർക്ക്, വയനാട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടവർക്ക് ഒക്കെ അതിവേഗം എത്തിച്ചേരാൻ സാധിക്കും. ഈ ചുരമില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ. ചുരമില്ലാതെ പോകാൻ പറ്റുമെന്നതാണ്.